അസ്സലാമലൈക്കും. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബന്ന് നിറച്ചതാണ്. ഇതാ നല്ല അടിപൊളി ബന്ന് നിറച്ച്. അതിന് വേണ്ടി ഞാൻ ബന്നെടുത്ത് വെക്കുന്നുണ്ട്. 8 ബന്നാണ് നിറക്കാൻ പോകുന്നത്. അതിന് വേണ്ട സാധനങ്ങൾ 3 ഉള്ളി ചെറുതായി അരിഞ്ഞത്, 4 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, ഇഞ്ചി പേസ്റ്റ്, വെളുത്തുള്ളി പേസ്റ്റ്, കറിവേപ്പില. ഇനി മിക്സിൻ്റെ ജാറെടുത്തിട്ട് അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് വയ്ക്കുക. ഇനി ഒരു നുള്ളു ഉപ്പ് പൊടി ഇടുക, ഒരു നുള്ളു കുരുമുളക് പൊടി ഇട്ട് അടിച്ചെടുക്കുക. ഇതേപോലെ അടിച്ചെടുത്ത് വെക്കുക. ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് 2 സ്പൂൺ ഓയിൽ ഒഴിച്ച് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. ഇനി പച്ചമുളക് ഇട്ട് കറിവേപ്പില ഇട്ട് നല്ലോണം വാടി വരുമ്പോൾ ഉള്ളിയിട്ട് വാട്ടിയെടുക്കണം. ഇതേപോലെ ഉള്ളിയിട്ട് വാടി വരുമ്പോൾ 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പ് ഇട്ട് ഇളക്കി കൊടുക്കുക. ഇനി 1 സ്പൂൺ ചിക്കൻ മസാല, 1 സ്പൂൺ മല്ലിപ്പൊടി, 1/4 സ്പൂൺ മുളക് പൊടി ഇട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. ഇതാ മസാല റെഡി ആയിട്ടുണ്ട്. 4 മുട്ട പുഴുങ്ങി അതിന് പകുതിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു ബന്നിൻ്റെ മേലെ ഭാഗം മുറിച്ച് അതിലേക്ക് നേരത്തെ ആക്കി വെച്ച മസാല നല്ലോണം നിറച്ച് കൊടുക്കണം. ഇതേപോലെ നിറച്ച് കൊടുക്കുക. നല്ല മസാല ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് കൂടും. ഇനി പകുതി മുട്ട വെച്ച് കൊടുത്ത് ഇതേപോലെ വെച്ച് ഒട്ടിച്ച് കൊടുക്കണം. ഇതേപോലെ ഇനി ബാക്കി വരുന്ന ബന്നൂടുത്ത് മുറിച്ച് മസാല വെച്ച് കൊടുക്കുക. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിക്കുക. നെയ്യ് ചൂടായി വരുമ്പോൾ നേരത്തെ ഇതില്ലേ മുട്ടല്ലേ, അതിലേക്ക് ബന്ന് മുക്കി നെയ്യിലേക്ക് വെച്ച് കൊടുക്കുക. പാനിലേക്ക് ഇതേപോലെ ഞാനിപ്പം 3 ബന്നാണ് വാട്ടിയെടുക്കുന്നത്. 3 ഇതെണ്ണം വെച്ചിട്ട് ഇനി ബാക്കി എല്ലാ ബന്നും ആക്കി വെച്ച് ഇതാ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.